YG അടിച്ചു കയറിപ്പോ ശനി ഞായർ ദിവസങ്ങളിൽ വൈകുന്നേരം 6 മണിക്ക്. എന്താ പെട്ടെന്ന്? പെട്ടെന്ന് വരേണ്ടി വന്നല്ലേ പറ്റൂ സാറേ. എന്റെ കൊച്ചുവിടല്ലേ. അല്ല, പെട്ടെന്ന് വന്നോണ്ട് അച്ഛൻ ചോദിച്ചാ? ഞാൻ അങ്ങനെ കണ്ണാടികളിയാ. മഴയ്ക്ക് മുമ്പ് മാനത്ത് കാർമേഘങ്ങൾ വന്ന് മൂടും. എന്തിനാ? നമുക്കൊരു സൂചന തരാൻ. പക്ഷേ ഇടിമിന്നൽ അങ്ങനെയാണോ? അല്ല. കണ്ണടച്ച് തുറക്കുന്ന നേരം പോലും കണ്ണടയ്ക്ക കൊടുക്കത്തില്ല. അതുപോലെ ഞാനും. കൊള്ളിയാൻ നടേശൻ സാർ. ഞങ്ങൾ ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. നടേശൻ സാറിന്റെ മനസ്സിലായി മരുമോനെ. ദേവിക സിദ്ധാർത്ഥൻ അലയൻസ്. പക്ഷേ എന്റെ കൊച്ചിനെ മോഹിപ്പിച്ചിട്ട് അവളെ കണ്ണീരിന്റെ കയത്തിൽ ആഴ്ത്തിയിട്ട് മോയ് ദേവികയുടെ കൈ പിടിച്ച് കായൽ കാണാൻ പോവോ? ഇല്ല. നടേശൻ സാർ ഇവിടെ ഇല്ലേ മോനെ? കയത്തിൽ മുങ്ങിപ്പോവും. വിരട്ടലൊന്നും വേണ്ട. എത്ര വേഗത്തിൽ ഏതു വഴിക്ക് എങ്ങനെ സഞ്ചരിക്കണമെന്ന് എനിക്കറിയാം. മോൻ സ്പീഡ് ബോട്ടായിരിക്കും. പക്ഷേ നടേശൻ സാറ് അന്തർവാഹിനിയാ. അടിയിലൂടെ വന്ന് പൊട്ടിക്കും. കേട്ടോ മനോഹര? നടേശൻ സാറിന് പോയിന്റ് ബ്ലാങ്കിൽ നിന്ന് പൊട്ടിക്കുന്നതിനേക്കാൾ ഇഷ്ടം കുഴിബോംബ് വയ്ക്കുന്നതാ. അതാ ഒരു ത്രില്ല്. എന്താ ഒരു കിക്ക്. മിസ്റ്റർ നടേശൻ, നിങ്ങൾ മദ്യപിച്ചിട്ടുണ്ടോ? ചാത്തനല്ല, റോയൽ സല്യൂട്ട്. കുപ്പിക്ക് മുന്നിൽ നിന്ന് ഒരു സല്യൂട്ട് അടിച്ചിട്ട് 4 എണ്ണം അങ്ങ് കീറി. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വിഷമം വരുമ്പോ എനിക്ക് കള്ള് ദാഹശമനിയല്ല, വിഷാദശമനിയ. അച്ഛനിപ്പോ പൊയ്ക്കൊള്ളാമോ? ഈ മനോഹരനോട് ഒരു കാര്യം പറഞ്ഞിട്ട്. മനോഹര പറഞ്ഞോ നടേശ? നടേശൻ സാർ. അയ്യോ, കുടിപ്പള്ളിക്കൂടത്തിലേ അങ്ങയുടെ ഈ മുഖം ഞാൻ കണ്ടിട്ടേ ഇല്ലല്ലോ. ഇനി കാണും മനോഹര. നിന്റെ വഴികളില് വടിയുമായിട്ട് ഞാനുണ്ടാവും. നടേശൻ കള്ളിന്റെ വീരസ് ഈ വീട്ടിൽ കാണിക്കണ്ട. അതെ, സുധിയേട്ടന്റെ അച്ഛൻ ഇവിടെ വന്ന ഗസ്റ്റാ. ഗസ്റ്റോ പോസ്റ്റോ എന്ത് വാഴയ്ക്കെങ്കിലും ആവട്ടെ. പക്ഷേ എന്റെ മോളുടെ ജീവിതത്തിന് വഴി വിലങ്ങിയാൽ മനോഹരന്റെ കുടുംബത്തിന് ഞാൻ കർട്ടനിടും. ഇത് 4 പേർക്ക് കള്ളിന്റെ വാറല്ല, ഈ നടേശന്റെ വീറ. നടേശൻ സാറേ, സാറ് യുദ്ധം നടത്തിയിട്ടുള്ളത് അധികാരത്തിന്റെ യൂണിഫോം ഇട്ടോണ്ടാ. പക്ഷേ പടച്ചട്ടയില്ലാതെ പടക്കളത്തിൽ ഇറങ്ങിയവനാ മനോഹരൻ. എന്റെ കയ്യിലുള്ളതിനേക്കാൾ തഴമ്പ് എന്റെ നെഞ്ചിനകത്താ. അതുകൊണ്ട് തന്നെ മനോഹരന്റെ നെഞ്ചിൽ കുത്തിയ വാൾത്തലപ്പുകൾ ഒടിഞ്ഞു പോയിട്ടേ ഉള്ളൂ. എന്റെ ദേവിക മോള് സിദ്ധാർത്ഥനൊപ്പം ജീവിക്കണമെന്ന് തീരുമാനിച്ച എന്റെ ദേവികമ്മയുടെ കൈ പിടിച്ച് സിദ്ധുവിന്റെ ഈ കൈകളിൽ വെച്ചു കൊടുക്കും ഞാൻ. എങ്കിൽ മനോഹരൻ തീർന്നു. ഇല്ല സാർ, സാറിനെ പോലൊരു വലിയ ഹേമാൻ 3-കിട ഗുണ്ടയെപ്പോലെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തിയ മറുപടി പറയണ്ടേ? ജീവിത സമരങ്ങളിലും ജീവിത യുദ്ധങ്ങളിലും വളഞ്ഞിട്ട് വെട്ടുകിട്ടുന്നവനെ എതിരിടുമ്പോ ഒന്ന് ശ്രദ്ധിച്ചോണം. അവൻ തീർന്നുവെന്ന് കരുതി
അവൻ്റെ 16-ന് പച്ചരിയും പച്ചക്കറിയും വാങ്ങുന്നതിന് മുമ്പ് പൾസ് ഒന്നുകൂടെ പിടിച്ചു നോക്കിയേക്കണം. ഞാൻ പറഞ്ഞത് നടേശൻ സാറിന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സാർ ക്ഷമിക്കണം, നിവൃത്തികേടുകൊണ്ട് പറഞ്ഞു പോയതാ. ഞാനൊന്ന് ഇറങ്ങുക, ബാക്കി ഫോണിൽ സംസാരിക്കാം. ആ ചന്ദ്രമോളെ, മോളിട്ട് തന്ന ഈ കാപ്പിക്ക് താങ്ക്സ്. അടുത്തവണ നമ്മൾ തമ്മിൽ കാണുമ്പോൾ കുറച്ചുകൂടെ കടുപ്പം കൂടി തരണേ. മനോഹരൻ പോയ സ്ഥിതിക്ക് ഞാനും അങ്ങ് പോയേക്കാം. ശ്രോതാക്കളില്ലാതെ സ്റ്റേജിൽ നിന്ന് ഗാനമേള നടത്തുന്ന എന്തിനാ? പോകുന്നതിന് മുൻപ് ഇതുകൂടി കേട്ടോ. നിങ്ങളുടെ മകളെ ഞാൻ മോഹിപ്പിച്ചിട്ടില്ല. ഒരു വാക്കും വാഗ്ദാനവും ഞാൻ നൽകിയിട്ടുമില്ല. കളിപ്പാട്ടം കണ്ട് ഒരു കൊച്ചു കുഞ്ഞ് മോഹിക്കുന്നത് അത്ര വലിയ തെറ്റാണോ? ഇഷ്ടപ്പെടുമ്പോൾ എങ്ങനെയും സ്വന്തമാക്കാനും വേണ്ടെന്ന് തോന്നുമ്പോൾ വലിച്ചെറിയാനുള്ളതാണോ ജീവിതം? മകൾ ആഗ്രഹിക്കുന്ന കളിപ്പാട്ടം എങ്ങനെയും നേടിക്കൊടുക്കുന്നവനാണ് നല്ലൊരച്ഛൻ. മിസ്റ്റർ കാബൂളിവാല, സ്വന്തം മകൾക്ക് അർഹതയില്ലാത്ത കളിപ്പാട്ടം തിരിച്ചുകൊണ്ടു കൊടുത്ത കഥ കേട്ടിട്ടുണ്ടോ? പുതിയ കഥകൾ എഴുതുന്നതാ ഈ നടേശൻ സാറിന് ഇഷ്ടം. ചരിത്രം രചിക്കുന്നത്. ചരിത്രം ആവരുത്. നിലതെറ്റി നിൽക്കുക സുധിയുടെ അച്ഛൻ. ഒന്ന് പോളിയ. നടേശന്റെ യുദ്ധങ്ങൾ കാണാൻ പോകുന്നതല്ലേ ഉള്ളൂ. അളിയന് ഞാൻ ഫ്രീ ആയിട്ടൊരു കവിത പാടിത്തരാം. വയലാറിന്റെയാ അശ്വമേധം. ആരൊരാളൻ കുതിരയെ കെട്ടുവാൻ, ആരൊരാൾ അതിൻ മാർഗം മുടക്കുവാൻ. ആ കവിതയില് നടേശ സാറിന് ഏറ്റവും ഇഷ്ടമുള്ള 2 വരികൾ. എത്രയെത്ര ശവകുടീരങ്ങളിൽ നൃത്തമാടിയതാണൻ കാലുകൾ. അപ്പൊ ഇറങ്ങിക്കോളിയാ, പെട്ടെന്ന് ചെന്നില്ലെങ്കിൽ സീറ്റ് കിട്ടത്തില്ല. എവിടെയാ ബസ്സിനോ? ചന്ദ്രമോളുടെ അച്ഛൻ കാറിനല്ലേ വന്നേ? കാറിന്റെ സീറ്റിന്റെ കാര്യമല്ല പറഞ്ഞത്, ബാറിലെ സീറ്റിന്റെ കാര്യമാ. നടേശ സാറിന് ഒരു സ്ഥിരം ടേബിളുണ്ട്, സ്ഥിരം കസേരയും. ആ കസേരയിൽ കാലുമേ കാലും കയറ്റി ഇരുന്നാല് നടേശ സാറ് കിക്കിന്റെ പീക്കിലെത്തും. അതിപ്പോ ആരുടെയെങ്കിലും നെഞ്ചത്ത് കസേരയിട്ടിരിക്കണമെന്ന് നടേശ സാറ് വിചാരിച്ചാൽ അങ്ങനെ തന്നെ ഇരിക്കും. പോട്ടെ സിദ്ധുമോനെ, പഴവങ്ങാടി ഗണപതിക്ക് നാളെ 10 തേങ്ങ ഉടച്ചേക്കാം. സിദ്ധുമോന് നല്ല ബുദ്ധി വരാം. സിദ്ധുമോന് മാത്രമല്ല, ആ മനോഹരനും. തരം കണ്ടിടി പോളെ.